ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. പ്രഭാഷകൻ 3:4 പറയുന്നുണ്ട്, വചനം പഠിപ്പിക്കുന്നുണ്ട്, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കും. അല്ലേ? അപ്പോൾ അമ്മയെ, മാതാപിതാ ഗുരു ദൈവം എന്നൊരു ആപ്തവാക്യം ഭാരതീയ ദർശനം കേട്ടു പഠിച്ചിട്ടുള്ളതാണ്. അമ്മ എന്നത് സത്യം, അച്ഛൻ എന്നത് വിശ്വാസം. അപ്പം അമ്മ എന്ന ആ സത്യത്തെ നമ്മൾ നിഷേധിക്കരുത്. അമ്മ പറയണേ മോനെ ഇതാ നിൻ്റെ അച്ഛൻ, നിൻ്റെ അപ്പൻ, നിൻ്റെ ഡാഡി എന്ന് പറയുമ്പോൾ അതും സത്യം തന്നെയാണ്. അപ്പോൾ അച്ഛനെ അമ്മനെയും വിഷമിപ്പിക്കരുത്. സുഭാഷിതം 30:17 പറയുന്നുണ്ട്, മാതാപിതാക്കളെ ധിക്കരിക്കുന്നവൻ്റെ കണ്ണ് മലങ്കാക്ക കൊത്തിപ്പറിക്കും എന്ന് പറഞ്ഞാൽ, കണ്ണെന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണ് വിളക്കാണ്, വെളിച്ചമാണ്. കണ്ണ് ഇല്ല എങ്കിൽ എന്തെല്ലാം ഉണ്ടായിട്ടും വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതായത് മാതാപിതാക്കളെ ധിക്കരിക്കുന്നവൻ്റെ കണ്ണ് മലങ്കാക്ക കൊത്തിപ്പറിക്കും എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ നല്ല സമയങ്ങൾ വരുമ്പോൾ അനുഭവിക്കാൻ പറ്റാത്ത, വിവരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രയാസങ്ങളായിരിക്കും എന്ന് വെപ്പ്. അപ്പോൾ എഫെസസ് 1:8 പറയുന്നുണ്ട്, കുട്ടികളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. ഒരു ന്യായം വേണ്ടതെന്ന് പറയും കേട്ടാൽ തന്നെ, അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി. എല്ലാവരും കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാവും? നന്മ വരുന്നതിന് വേണ്ടിയാണ്, ഉയരുന്നതിന് വേണ്ടിയാണ്. നന്മ വരുന്നതിനും അത് നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനു വേണ്ടിയും. പിന്നെന്താണ് പറയുന്നത്? എഫെസസ് 1:8 ഭൂമിയിൽ ദീർഘകാലം, സങ്കീർത്തനം 91 പ്രാർത്ഥിക്കുന്നുണ്ട്, ദീർഘായുസ് നൽകി ഞാൻ നിന്നെ സംതൃപ്തനാക്കും. ഒരുപാട് വയസ്സ് വരെയും ജീവിച്ചിരുന്നേക്കും എന്ന് മാത്രമല്ല, ജീവിക്കുന്നിടത്തോളം കാലം ഉള്ളത് സത്താണെന്ന് പറയും, സംതൃപ്തിയോടെ ജീവിക്കും. ഇന്ന് പലരുടെയും ഒരുപാട് വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കും, പക്ഷേ പ്രാക്കും ശാപവും ശകാരവും, അവർക്കും മടുപ്പും മറ്റുള്ളവർക്കും ഭൂമിക്ക് ഭാരം എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി തീരരുത്. ഒരുപാട് വർഷം ജീവിക്കുന്നു എന്ന് മാത്രമല്ല അർത്ഥം, ജീവിച്ചിരിക്കുന്നത് ഉള്ളത് സത്താണെന്ന് അനുഭവിക്കാനായിട്ട് സാധിക്കണം. ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്ര, ഇത് ചെയ്താൽ ഇത് കിട്ടുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നു. അതുപോലെ എല്ലാ മതങ്ങളിലും വളരെ അർത്ഥവത്തായിട്ട് പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാണപ്പെട്ട ദൈവങ്ങളായ ഈ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നുള്ളത്. അതുപോലെ ഇപ്പോൾ എൻ്റെ പുറകുവശത്ത് ഇരിക്കുന്ന ഈ ഷോക്കേസിലും ഈ സമീപ പരിസരത്തൊക്കെ ഇരിക്കുന്ന പ്രൈസുകളൊക്കെ കണ്ടില്ലേ? എൻ്റെ മക്കൾ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ 2 പെണ്ണും 1 ആണും അവർ കുട്ടികളായിരുന്നപ്പോൾ, ഇപ്പോൾ അവർ വിവാഹ ജീവിതത്തിലേക്കൊക്കെ കടന്നു വന്നു. എന്നാൽ കുട്ടികളായിരിക്കുമ്പോൾ ഓരോ മത്സരങ്ങൾക്കൊക്കെ അവരെ ചേർക്കും. അയ്യോ എനിക്ക് പറ്റൂല, എനിക്കറിയാൻ വേണ്ടി പാടില്ല, സ്റ്റേജിലൊക്കെ കയറിയിട്ട് കരഞ്ഞുകൊണ്ടൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ മാതാപിതാക്കളായ ഞങ്ങൾ വേണ്ട പരിശീലനവും പ്രാർത്ഥനയും പ്രോത്സാഹനവും കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്ത് ഇപ്പോൾ ഈ 3 മക്കളും പല കായിക പരിപാടികളിലും ഇപ്പോഴും. നാളെ ഉണ്ട് ഒരു കോമ്പറ്റീഷൻ, ഞങ്ങൾ കുടുംബസമേതം ഇറങ്ങിയാണ് പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷന്. അപ്പോൾ ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നിന്ന്, അല്ലെങ്കിൽ അവർക്ക് മകനൊക്കെ സ്റ്റേജ് ഫാൻസി ഡ്രസ്സിനൊക്കെ കയറിയിട്ട് കരഞ്ഞുകൊണ്ട്, ആ കഷ്ടപ്പെട്ട് ഒരുക്കിയെടുത്തിട്ട് കരഞ്ഞുകൊണ്ട് തിരിച്ചിറങ്ങി ഓടിയിട്ടുണ്ട്. പക്ഷെ വിട്ടില്ല. എൻ്റെ ഭാര്യ സ്വന്തമായിട്ട് അങ്ങനെ ഇറങ്ങുന്നതിനേക്കാൾ ഈ മക്കളെ ഇങ്ങനത്തെ കാര്യത്തിൽ ഭയങ്കരമായ താല്പര്യമായിരുന്നു. ഉത്സാഹിച്ച് അവരെ ഓരോ കാര്യങ്ങളിൽ, ഓർഗണിനായാലും പാട്ടുപാടാനായാലും സ്പോർട്സിനായാലും ഒക്കെ കയറ്റി. ഇപ്പം മകൻ മിസ്റ്റർ കേരളയും ഇതൊക്കെ ആയപ്പോഴും ഇളയ മകൾ, പിന്നെ മൂത്തവൾ ഡിസൈനിങ്ങിൻ്റെ ഇതിലൊക്കെയാണ് താല്പര്യം. ഇളയ മകൾ 2 നാഷണലിൽ പവർ ലിഫ്റ്റിംഗ് അടിച്ചു. ഇതെല്ലാം കഷ്ടപ്പെട്ടതും കൂടെ പോയതും കൂടെ നടന്നതും കൊണ്ടുപോയതും എല്ലാം എൻ്റെ ജീവിത പങ്കാളിയാണ്. ഒരാൾക്ക് ഇതിനൊക്കെ സമയം ഉടന്ന് കിട്ടുമെന്ന് പറയും. അപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നതെന്ന് പറയും. ഇതുപോലെ നമ്മൾ ഓരോ മാതാപിതാക്കളും കഷ്ടപ്പെട്ട് പരിശീലിപ്പിച്ച്, ഇന്ന് പലരും പറയും, ഇപ്പം അവർ വലിയ ആൾക്കാരായപ്പോൾ നമ്മളൊന്നും വേണ്ടെന്ന്
പറയും. അതുകൊണ്ട് തല മറന്ന് എണ്ണ തേക്കരുത്. സുഭാഷിത 20:20 പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവങ്ങൾ ഉദാഹരണങ്ങൾ പറഞ്ഞെന്ന് മാത്രം. മാതാപിതാക്കൾ അന്ന് ഉത്സാഹിച്ചപ്പോൾ പ്രോത്സാഹിപ്പിച്ചപ്പോൾ അതനുസരിച്ച് നീങ്ങിയപ്പോൾ അവരുടെ ട്രാക്കുകൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട മികവുകളൊക്കെ കിട്ടി. ഇതുപോലെ തന്നെ നമ്മുടെ എന്തിനാ പിന്നെയും പിന്നെ എന്നോട് പറയുന്നത്, എനിക്കറിയാൻ പാടില്ല, ഞാൻ വലിയ ആളായില്ലേ എന്നൊക്കെ നമ്മളിപ്പോൾ പറയും. പക്ഷേ അവർ തന്ന അന്നും നമ്മൾ ഒഴിഞ്ഞു മാറുമ്പോൾ താല്പര്യക്കുറവ് കാണിക്കുമ്പോൾ അവർക്കറിയാം നമ്മുടെ സാധ്യതകളും കഴിവുകളും. അവരിലൂടെ ദൈവമാണ്, ദൈവത്തിൻ്റെ കയ്യിൽ ഉപകരണങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ സുഭാഷിത 20:20 പറയുന്നു, മാതാപിതാക്കളെ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. ഈ ഇരിക്കുന്ന സമ്മാനങ്ങൾ ചെറുതും വലുതുമായ ഈ മെഡലുകളും ട്രോഫികളും മാത്രമല്ല കേട്ടോ. ഇവിടെ മുകളിലും താഴെയൊക്കെ ആയിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് ഇരിപ്പുണ്ട്. ഇവിടെ മുകളിൽ ഇരിപ്പുണ്ട്, താഴെ ഇരിപ്പുണ്ട്, നമ്മുടെ ജിമ്മിൽ ഇരിപ്പുണ്ട്. അലമാരിയുടെ അകത്ത് 100 കണക്കിന് സർട്ടിഫിക്കറ്റുകളുണ്ട്. ചിലത് മെഡലും സർട്ടിഫിക്കറ്റുകളും കൂടെ, ചിലത് സർട്ടിഫിക്കറ്റ് മാത്രം. അതുപോലെ പല ക്യാഷ് അവാർഡുകളും പലതവണയായിട്ട് സമ്മാനങ്ങളായിട്ടും പഠനത്തിനായിട്ടും ഇവൾക്കൊക്കെ കിട്ടിയ ചെറുതും വലുതുമായിട്ടൊക്കെ കിട്ടിയ നിരവധി അനുഭവങ്ങളുണ്ട്. എന്ത് സന്തോഷമാണ്. അപ്പോൾ മാതാപിതാക്കൾ നമ്മുടെ നന്മകളിൽ പങ്കുകാരാകാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ഈ മാതാപിതാക്കളെ ഈ ഭൂമിയിൽ തന്നതാണ്. അവരുടെ കണ്ണ് ആരായിരുന്നാലും നമ്മൾ ഒരിക്കലും നനക്കരുത്. മാതാപിതാക്കളെ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. സുഭാഷിത 20:20 മറന്നു പോകരുത്. അതുകൊണ്ട് മാതാപിതാക്കളോട് ദേഷ്യമോ അരിശോ മിണ്ടാതിരിക്കലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം കേട്ടോ. വീണ്ടും കൊളോസസ് 3:20 പറയുന്നുണ്ട്, കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. എല്ലാ കാര്യങ്ങളിലും എന്നാ വചനം പറയുന്നത്. നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുക. ഇത് കർത്താവിന് പ്രീതികരമത്രേ. അതുകൊണ്ട് കൂട്ടുകാരന്മാരും കൂട്ടുകാരികളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ചവിട്ടിത്തള്ളും. അവരവരുടെ വഴിക്ക് പോകും, ഓരോ വഴിക്ക് പിരിഞ്ഞു പോകും. വേണമെങ്കിൽ ഓർത്ത് നോക്കിക്കോ, മുൻകാലത്തുണ്ടായിരുന്ന പല കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും ഇപ്പോൾ എവിടെ, അവരില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല, കണ്ടില്ലെങ്കിൽ പറ്റില്ല, മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് ഓരോരുത്തരും അവരുടെ വഴികളിൽ പിരിഞ്ഞു പോയി. ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി അലച്ച് തള്ളി ഭ്രാന്തിമാരെ പോലെ ഈ അമ്മയും അപ്പനും അല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ട് അവർക്ക് എത്ര വാർദ്ധക്യമായാലും എത്ര കഴിവ് കുറഞ്ഞാലും അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കന്മാരനുസരിക്കും. ഇത് കർത്താവിന് പ്രീതികരം. ഒരുപാട് നേർച്ചയും കാഴ്ചയും പ്രാർത്ഥനയും നടത്തുന്നതിനേക്കാൾ ശക്തമാണ്. അതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്, അത് കർത്താവിന് പ്രീതികരമത്രേ. വീണ്ടും സുഭാഷിത 1:8 പറയുന്നുണ്ട്, മകനെ നിന്റെ പിതാവിൻ്റെ പ്രബോധനം ചെവിക്കൊള്ളുക, മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത്. സോളമൻ രാജാവിൻ്റെ സൂക്തങ്ങളാണ്. പിതാവിൻ്റെ പ്രബോധനം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ചെവിക്കൊള്ളുക, മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത്. അവരുടെ ജീവിതത്തിലും കുറവുകളും തെറ്റുകളും ഉണ്ടാകാം. നമുക്ക് ഇന്ന് കിട്ടിയ പല സാഹചര്യങ്ങളും അവസരങ്ങളും പ്രോത്സാഹനങ്ങളും അതിൻ്റെ ഒരു അംശം പോലും അവർക്ക് കിട്ടിയിട്ടുണ്ടാകത്തില്ല. അതിൻ്റെ മുറിവുകളൊക്കെ അവരുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്തേക്കാം. പക്ഷേ അതിന് നമ്മൾ കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട, അവരെ ധിക്കരിക്കേണ്ട. വചനം പറയുന്നത് പിതാവിൻ്റെ പ്രബോധനം ചെവിക്കൊള്ളുക, മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത്. സുഭാഷിതം 23:19 പറയുന്നുണ്ട്, മകനെ ശ്രദ്ധിച്ച് കേൾക്കുക, വിവേകം പുലർത്തുക, മനസ്സിനെ നല്ല വഴിക്ക് നയിക്കുകയും ചെയ്യുക. ഞാൻ വലുതായി, ഞാൻ ഇവരെക്കാൾ മിടുക്കരാണ്, എനിക്ക് എന്തൊക്കെയോ ഉണ്ട്, ഒപ്പത്തിനൊപ്പമായി, അതൊക്കെ മേലെയാണ്, അവരെക്കാൾ കൂടുതൽ പഠിച്ചു, ഇവർക്ക് വിവരമില്ല എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അതെല്ലാം പൈശാചികവും നിന്ദ്യവും ക്രൂരവുമാണ്. അവരെ വേദനിപ്പിച്ചുകൊണ്ട് നമുക്ക് ഉയർന്നു പോകാൻ ഇത്തിരി പ്രയാസമാണ്. ഇത് ദൈവികമായ ഒരു സംവിധാനമാണ്. അതുകൊണ്ട് നമുക്ക് പ്രഭാഷകൻ 6:32 പറയുന്ന വചനം ഇത് തന്നെയാണ്. മകനെ മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം, ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം. അതുകൊണ്ട് ഇത്തിരി ത്യാഗം, ഇത്തിരി സഹിഷ്ണുത, ഇത്തിരി വിട്ടുവീഴ്ച ഒക്കെ കാണിക്കാനായിട്ട് തയ്യാറാകണം. അവരെ പുച്ഛിക്കരുത്, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവരെ അവമാനിക്കരുത്, അവരെ തെറി വിളിക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വേണ്ടിയിരിക്കുമ്പോൾ ഇങ്ങനെ ചോദിച്ചു, അപ്പനായിട്ട് മിണ്ടണില്ലേ എന്ന് ചോദിച്ചു. 1-2 വർത്താനം ഉണ്ടായി. അപ്പം പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, അവൻ എന്നെ എന്തൊക്കെ തെറിയ വിളിച്ചെന്ന് അവനോട് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു. ഒരു കാര്യമില്ല, നല്ല പ്രാർത്ഥിക്കുന്ന കുടുംബം, അപ്പനെ ഒരുപാട് തെറിയൊക്കെ വിളിച്ചു. അവിടം വെച്ച് അത്
അവസാനിപ്പിച്ചു, അന്നത്തോടെ അത് തീർത്തു. ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോഴുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എത്ര വലിയവരായാലും എത്ര മിടുക്കരായാലും അവരില്ലെങ്കിൽ നമ്മളില്ല. അതുകൊണ്ട് അവരോട് സഹിഷ്ണുത കാണിക്കുക. അവർക്ക് അറിവ് കുറവുണ്ടായിരിക്കാം, അവർക്ക് പ്രായമായിട്ടുണ്ടാകാം, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും, അതിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും നമുക്ക് വന്നു നോക്കട്ടെ, അന്നേരം കാണാം. അവരിന്ന് കാണിക്കുന്ന പറയുന്നത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞേക്കാം. ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നിർബന്ധവും വാശിയും പിടിച്ചേക്കാം. നോക്കാം, ശരിയാക്കാം, പറയാം, പോകാം എന്നൊന്ന് പറഞ്ഞേച്ചാൽ മതി. നിൻ്റെ വായിൽ നിന്ന് അതൊന്നും വരാത്ത കൊണ്ടല്ലേ പിന്നെയും 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 പറയുമ്പോൾ എത്ര പ്രാവശ്യമാണ് ഈ പറയുന്നത്, ഇതെന്താണിത് എന്ന് പറഞ്ഞിട്ട് അവരെ അടിച്ചമർത്താനായിട്ട് ചെയ്യുന്ന അവസ്ഥ. അതുകൊണ്ട് അവർ വേദനയോടെ ദൈവത്തിലേക്ക് ഒന്ന് മനസ്സുയർത്തിയാൽ അത് നമുക്ക് ദോഷമാണ്. അവരുടെ രോഗത്തിൻ്റെ ആകാം, പ്രായത്തിൻ്റെ ആകാം. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ മാത്രമല്ല, മാതാപിതാക്കളാണെങ്കിലും പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞ് ചെന്ന് അസ്വസ്ഥപ്പെടുക, മക്കളെ പ്രകോപിപ്പിക്കാതിരിക്കുക. അതുകൊണ്ട് മക്കൾ ദാസിമാരെന്ന പോലെ നമ്മൾ ജോലിയെടുക്കുന്ന ശമ്പളത്തിൽ ആ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സിന് അല്ലെങ്കിൽ പണ്ടേ ടീസിങ് കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഓടിച്ചു വിട്ടേനെ, പണ്ടേ ടെർമിനേറ്റ് ചെയ്താനെ. നമുക്ക് ശമ്പളം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ദാസന്മാരെ പോലെ ഓച്ചാനിച്ച് നിൽക്കൂലേ, അതുപോലെ ഒന്നും ആയില്ലെങ്കിലും അവനവൻ്റെ മാതാപിതാക്കന്മാരെ അവമാനിക്കാതെയും വേദനിപ്പിക്കാതെ ഇരിക്കുക. അവരുടെ ബ്ലെസ്സിങ്ങും പ്രാർത്ഥനയും നമുക്ക് സ്വീകാര്യമായി തീരണമെങ്കിൽ അവരുടെ മുമ്പിൽ എളിമയോടുകൂടെ വ്യാപരിക്കാതെ, ഇങ്ങനെ പറയും എൻ്റെ അമ്മയൊക്കെ പറയാറുള്ള, താണ നിലത്തെ നീരോടു അവിടെ ദൈവം തുണയുള്ളൂ. അതായത് താഴ്ത്ത സ്ഥലത്തോട്ടേ വെള്ളം ഒഴുകി വരുള്ളൂ, മുകളിലോട്ട് ഒഴുകണമെങ്കിൽ മോട്ടർ വെച്ചടിക്കണം. ഇത് തന്നെയാണ്. അതുകൊണ്ട് ലഹരിയും കഞ്ചാവും കള്ളും ഒക്കെ വലിച്ചു കയറ്റിയിട്ട് ബോധമില്ലാതെ അവരെ ഉപദ്രവിക്കുന്നവരുണ്ട്, തെറി വിളിക്കുന്നവരുണ്ട്, ഇറക്കി വിടുന്നവരുണ്ട്, ഇറക്കി വിട്ടവരുണ്ട്. ഭാര്യനെയും മക്കളെയൊക്കെ കിട്ടിയപ്പോൾ കുടുംബത്ത് മാതാപിതാക്കളെ കയറ്റാത്തവരുണ്ട്, അവരുടെ ഫോൺ വിളിച്ചാൽ വന്ന് എടുക്കാത്തവരുണ്ട്. ഇതൊക്കെ തീർത്തും പൈശാചികവും നിന്ദ്യവും ക്രൂരവുമാണ്. സഹിഷ്ണുത കാണിക്കുക. ഇത് ചെയ്താൽ ഇത് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്യാതിരുന്നാൽ എന്തായിരിക്കും എന്ന് പറയുക. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മറന്നു പോകരുത്. ഇത് ചെയ്താൽ നിങ്ങൾക്ക് നന്മ കൈവരുന്നതിന് എഫെസസ് 1:8 ഭൂമിയിൽ ദീർഘകാലം ജീവിക്കും, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ. ഇത് ചെയ്താൽ ഇത് കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ബൈബിളിലെ ആദ്യം ഇത് ചെയ്താൽ ഇത് കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവപ്രമാണം ഇതാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ മറക്കരുത്, അവരോട് സഹിഷ്ണുത കാണിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക. നമ്മളാണ് ആദ്യം ക്ഷമിക്കേണ്ടത്. പറഞ്ഞതോ ചെയ്തതോ ചെയ്യാത്തതോ മറ്റുള്ള സഹോദരങ്ങൾക്ക് കൊടുത്തതോ മിണ്ടാതിരുന്നതോ കൂട്ടി എഴുതിയതോ കുറച്ചെഴുതിയതോ ഒന്നുമല്ല. നിന്നൊരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ, സൃഷ്ടിക്കാൻ, വളർത്താൻ അവർ കാരണക്കാരായിരുന്നെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ അബോർഷൻ ചെയ്തൊന്നും കളഞ്ഞില്ലല്ലോ. ജീവനോടെ നീ ഉണ്ടല്ലോ. കണ്ണാണോ കൈയാണോ കാലാണോ വളരുന്നത് എന്നൊക്കെ നോക്കി ജീവനും ജീവിതവും കളഞ്ഞ് അവർ പലതും മാറ്റി വെച്ചെങ്കിൽ അവരെവിടെ എത്തിയാനേ. നിനക്ക് വേണ്ടി അവർ കടം മേടിച്ചു, കഷ്ടപ്പെട്ടു, ഉണ്ണാതിരുന്നു, ജോലിക്ക് പോകാതിരുന്നു, ജോലിക്ക് പോയി, മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടു, കടമെടുത്തു, അവർക്ക് എത്താൻ പറ്റാത്ത നിലയിലൊക്കെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ആഗ്രഹം സാധിക്കാത്തതിൻ്റെ വേദനയിൽ നിരങ്ങുന്നവരുണ്ട്. അതുകൊണ്ട് അവരത്ര പെട്ടെന്ന് മറന്നു കളയരുത്. മരിച്ചു കഴിഞ്ഞിട്ട് കണ്ണീരൊഴുക്കി നടന്നിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ അവരെ സ്നേഹിക്കുക, അവരെ സഹായിക്കുക. അതുപോലെ ഭാര്യയുടെ മാതാപിതാക്കന്മാരായാലും ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാരായാലും അവരെയും ഓർക്കുക. മാതാപിതാക്കളും അതുപോലെ തന്നെ ഓർക്കുക. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുക. മരിക്കാൻ നേരം വിളിച്ച് കണ്ടിട്ടും മിണ്ടിയിട്ടും കാണുന്നതിനേക്കാൾ എല്ലാ മക്കളെയും ഒരേപോലെ കാണുക. വേറുകൂറ് സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് മക്കൾക്ക് വേണ്ടിയുള്ള ഒരു മെസ്സേജാണ്. മക്കൾ എളിമപ്പെടുക. ഈ മെസ്സേജ് നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ നിങ്ങളുടെ കമൻസുകൾ അയക്കുക, പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കാവുന്നതാണ്. ഇന്ന് തന്നെ രമ്യതപ്പെടുക. നാളത്തെ കാര്യം നമുക്കറിയില്ല. കാരണം എനിക്ക് നേരിട്ട് അറിയാവുന്ന സംഭവമുണ്ട്. ഞാൻ പിന്നെ ക്ഷമിച്ചോളാം, പിന്നെ മിണ്ടിക്കോളാം. എല്ലാവരും പറഞ്ഞ് അപ്പനെ പിടിച്ച് അടിച്ച മകൻ കാല് പിടിച്ച് മാപ്പ് പറയടാന്ന്. പക്ഷേ അന്ന് ഒരു അപകടത്തിൽ മുകളിൽ നിന്ന് താഴെ വീണ അപ്പൻ ആത്മഹത്യമൊന്നുമല്ല, ഒരു ഗ്ലാസ് തള്ളിപ്പോയി ഇങ്ങനെ താഴെ വീണ് മരിച്ചു പോയപ്പോൾ അപകടം പറ്റി ചോരയെ കുളിച്ച് കിടക്കുമ്പോൾ ക്ഷമിച്ചെന്ന് എന്നോട് പറയുന്നു പറഞ്ഞ് കിടന്ന് കരഞ്ഞു. പക്ഷേ നാട്ടുകാർ പറഞ്ഞത് അവൻ്റെ ഒരു അഭിനയമെന്ന്. ശവം കൊണ്ടുവന്ന് വെച്ചിട്ടും ഇടിച്ച് അപ്പ എന്നോട് ക്ഷമിച്ചിട്ട് ഇനി ആര് പറയും എന്നോട് ക്ഷമിച്ചെന്ന്. അതുപോലെ വൃഷണത്തിന് ക്യാൻസറായിട്ട് കിടക്കുന്ന ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ച് അവിടെ ചെന്നപ്പോൾ
അപ്പൻ ചായ മേടിക്കാൻ വേണ്ടി പോയേക്കണേ. അന്നേരം ചില കാര്യങ്ങൾ ഇങ്ങനെ മെസ്സേജ് കിട്ടി ചോദിച്ചപ്പോൾ ഇത് അപ്പനെ സൈക്കിൾ ചെയിനും കൊണ്ട് അടിച്ച് അപ്പൻ്റെ അമ്മയുടെയും കാര്യത്തിൽ കയറി മോൻ ഇടപെട്ടിട്ട് അമ്മക്ക് വേണ്ടി വക്കാലത്ത് പറഞ്ഞ് അപ്പനെ സൈക്കിൾ ചെയിനും കൊണ്ട് അടിച്ച്. ഇപ്പോൾ ഈ മകൻ വൃഷ്ണത്തിൽ ക്യാൻസറായിട്ട് കല്യാണം കഴിഞ്ഞൊരു ചെറിയ കൊച്ചുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട സമയത്ത് അപ്പൻ ഉഴുന്നുവടയും ചായ മേടിച്ചുകൊണ്ട് അപ്പോൾ കയറി വന്നിട്ട് സംഭാഷണം നിർത്തേണ്ടി വന്നു. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. പല ഏറ്റക്കുറച്ചിലും പോരായ്മ അവർക്കും ഉണ്ട്, നമുക്കും ഉണ്ട്. അത് നോക്കിയിരുന്നാൽ നമുക്കിവിടെ പെർഫെക്റ്റായിട്ട് ആർക്കും ജീവിക്കാനായിട്ട് പറ്റത്തില്ല, കുറവില്ലാത്ത ആരുമില്ല. അതുകൊണ്ട് ഭാര്യയുടെ മാതാപിതാക്കന്മാരായാലും ഭർത്താവിൻ്റെ ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടിയെങ്കിൽ ഭാര്യനെ കിട്ടിയെങ്കിൽ അവരുള്ളത് കൊണ്ടാണെന്ന് കൂടെ ഓർക്കുക. അവർക്ക് കുറവുകളുണ്ടാകാം, അവരുണ്ടായിട്ടാണ്. അതുകൊണ്ട് മുഖം കൊള്ളില്ലാത്തതിന് കണ്ണാടി തല്ലിപ്പൊട്ടിക്കരുതെന്നൊക്കെ ചില ചൊല്ലുകളൊക്കെ ഉണ്ട്, തല മറന്ന് എണ്ണ തേക്കരുതെന്ന്. അതുകൊണ്ട് അവരെയും കൂടെ ചേർത്ത് നിർത്തുക, സ്നേഹിക്കുക, സഹിഷ്ണുത കാണിക്കുക. നമ്മൾ വിചാരിച്ച ചിലപ്പോൾ ഇവരുടെ സ്വഭാവവും രീതിയൊന്നും പൂർണ്ണമായിട്ടൊന്നും മാറ്റാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷേ മരിച്ചു കഴിഞ്ഞ് കുഴിയിൽ മണ്ണിടാൻ ചെല്ലുന്നതിനേക്കാളും നാട്ടുകാരെ കാണിക്കാൻ ചടങ്ങുകൾ കാണിക്കുന്നതിനേക്കാൾ വേഗം ജീവിച്ചിരിക്കുമ്പോൾ 10 രൂപ കാശ് കൊടുക്കുക, ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് ചേർത്ത് നിർത്തും, ഒന്ന് കെട്ടിപ്പിടിക്കുക. പണ്ട് അമ്മേനെ അപ്പനെ ഉപദ്രവിച്ചിരുന്ന എൻ്റെ അടുത്ത് വന്ന് മാനസാന്തരപ്പെട്ട് ഇപ്പം നല്ല നിലയിലായ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ ഇതാ, അപ്പനെ അമ്മനെയും വിദേശത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇപ്പം അവരെ നല്ല രീതിയിലൊക്കെ നോക്കുന്നു, ലീവൊക്കെ എടുത്ത് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് എന്ത് ചെയ്തിട്ടും തൃപ്തിയാകണില്ല. പണ്ടത്തെ കാര്യമൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര വിഷമമാണ് ബ്രദറെ എന്ന് അവൻ കരഞ്ഞുകൊണ്ടാണ് എന്നോട് പറയുന്നത്. കാരണം അതൊക്കെ എന്താ അന്ന് അങ്ങനെയൊക്കെ പണ്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായെന്ന് അറിയില്ല. സാരമില്ല നമ്മുടെ സാരമില്ല, ഇപ്പം ഇങ്ങനെയൊക്കെ നല്ലതായില്ലേ, സാരമില്ല, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതി.